ഹേ ബീപ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോസ്റ്റാർ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിന്റെ മെയ്റ്റ് ബാൻഡ് LE01 എന്ന് പറഞ്ഞ ഈ ഒരു നെക്ക് ബാൻഡ് ആണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. സംഭവം ഞാൻ ഏതായാലും ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം കുറച്ച് മാസങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാസത്തെ എൻ്റെ യൂസ്ഡ് റിവ്യൂ ആയിരിക്കും നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഇതിന്റെ പെർഫോമൻസും അതുപോലെ തന്നെ ഇതിന്റെ പ്രൈസും എന്തായാലും നിങ്ങളെ ഞെട്ടിക്കും എന്നൊക്കെ ഉറപ്പാണ്. അപ്പോൾ ഏതായാലും വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് ചാനൽ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ കോസ്റ്റാറിൻ്റെ മെയ്റ്റ് ബാൻഡ് LE01 എന്ന് പറയുന്ന നെക്ക് ബാൻഡിൻ്റെ ബോക്സ് കിട്ടും. സോ ഏതായാലും നമുക്ക് ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഇൻവിറ്റേഷൻ കാർഡൊക്കെ പോലും നല്ലൊരു പ്രസൻറ്റേഷനിലാണ് നമ്മൾ നെക്ക് ബാൻഡ് കിട്ടുന്നത്. ഈ പാക്കേജിംഗ് എല്ലാവരും തന്നെ ഇഷ്ടപ്പെട്ട് നമുക്ക് ഏതായാലും പൊട്ടിച്ച് നോക്കാം. അത് തന്നെ നമ്മളെ നെക്ക് ബാൻഡ് നമ്മളെ കയ്യിൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് കൈ പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ബോക്സ് കിട്ടുന്ന ചാർജറാണ് കേട്ടോ, ടൈപ്പ് C ചാർജർ തന്നെയാണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് കുറച്ച് എക്സ്ട്രാ ഇയർ ടിപ്സും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതും തന്നെ ഈ നെക്ക് ബാൻഡിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, സംഭവം ഈ ഒരു പ്രൈസ് റേഞ്ചിന് കിട്ടില്ല ബിൽഡാണ് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം ഇതിന്റെ സ്വിച്ചും ബട്ടൺസും കാര്യങ്ങളൊക്കെ വരുന്ന ഇതിന്റെ ബ്രാൻഡിങ് കോസ്റ്റാർ എന്ന ബ്രാൻഡിംഗ് ഒക്കെ വരുന്ന ഒരു ഭാഗമൊക്കെ പ്ലാസ്റ്റിക് ബിൽഡാണ്. ഒബ്വിയസ്ലി എല്ലാത്തിലും അധികം പ്ലാസ്റ്റിക് ബിൽഡ് തന്നെ ഉണ്ടായി. പക്ഷേ അത് നല്ലൊരു ബിൽഡാണ്. കാരണം നമുക്ക് ലോക്കൽ ബിൽഡാന്ന് തോന്നുന്നില്ല, അത്യാവശ്യം ഉറപ്പുള്ള ഒരു ബിൽഡാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ഇതിന്റെ നെക്ക് വരുന്ന ഭാഗം റബ്ബർ കൊണ്ട് തന്നെയാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അത് നല്ല അത്യാവശ്യം നല്ല ഫ്ലെക്സിബിൾ ആണ് കേട്ടോ. അങ്ങനെ ഒടിച്ച് മടക്കി വെക്കാനൊക്കെ പറ്റുന്നതാണ്. അതും നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇയർഫോണിന്റെ വയേഴ്സ് ഉണ്ടല്ലോ, ഈ ഒരു വയേഴ്സും അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ ഇത് നെക്ക് ബാൻഡിന്റെ ആ ഒരു അറ്റത്ത് നല്ല തുടങ്ങുന്നത് കുറച്ചൊരു സെന്റർ ഭാഗത്ത് ഉള്ളോട്ട് കയറിയിട്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കഴുത്തിൽ ഇടുമ്പോൾ അധികം ഭയങ്കര നീളമുള്ളതായിട്ട് തോന്നൂല. അതിൻ്റെ വയസ്സ് ആ ഒരു പാകത്തിലുള്ള നീളം മാത്രമേ തോന്നുകയുള്ളൂ. പിന്നെ ഇയർബഡ്സിൻ്റെ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഒരു മെറ്റൽ ബിൽഡറാണ് വരുന്നത്. പിന്നെ ഇയർ വെക്കുന്ന ആ ഒരു ഭാഗത്ത് ചെറിയൊരു ഹുക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ചെവിയിൽ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ ആ ഒരു ഹുക്ക് നമ്മൾ സഹായിക്കുന്നതാണ്. പിന്നെ ഇതിൽ നമുക്ക് മാഗ്നറ്റിക്കിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ട്. അതായത് രണ്ട് ഇയർബഡ്സ് തമ്മിൽ നമ്മളിങ്ങനെ വെച്ചാൽ രണ്ടും കണക്ട് ആകുന്നതായിരിക്കും. കാരണം മാഗ്നറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ട്രോങ് മാഗ്നറ്റ് തന്നെയാണ്. ഭയങ്കര സ്ട്രോങ് എന്നല്ല, കുഴപ്പമില്ലാത്ത രീതിയിലൊരു നല്ലൊരു മാഗ്നറ്റ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് ഇതിൻ്റെ ബട്ടൺസും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്കൊരു പവർ ബട്ടൺ വരുന്നുണ്ട്, അതായത് മൾട്ടി ഫംഗ്ഷണൽ പവർ ബട്ടൺ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ നേരെ താഴെഭാഗത്തായിട്ട് LED ഇൻഡിക്കേറ്റർ കാണാൻ പറ്റും. അത് കഴിഞ്ഞാൽ നമുക്ക് കോൾ എടുക്കാനും കോളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പവർ ബട്ടൺ കാണാൻ പറ്റും. പവർ ബട്ടൺ അല്ല, ഒരു ബട്ടൺ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗണിൻ്റെ ബട്ടൺ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതിനൊക്കെ പ്രത്യേകം വേറെയും കുറച്ച് ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതാണ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതിൻ്റെ ചാർജിംഗ് പോർട്ട് വരുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു റൈറ്റ് സൈഡ് തന്നെ ഫ്രണ്ട് ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ടൈപ്പ് C ചാർജിംഗ് പോർട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഓവറോൾ ഇതിൻ്റെ ബിൽഡ് നോക്കുകയാണെങ്കിൽ നല്ലത് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ കിട്ടില്ല ബിൽഡ് തന്നെയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിത് കഴുത്തിൽ വെക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. കഴുത്ത് വെക്കുന്ന ഭാഗത്തൊക്കെ റബ്ബർ ഫിനിഷാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഡിസ്കംഫർട്ടും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ വെയിറ്റ് നോക്കുകയാണെങ്കിലും ഭയങ്കര വെയിറ്റ് ഒന്നുമില്ല, ഒരു മീഡിയം ലെവൽ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് വെച്ച് താങ്ങുമ്പോൾ റെഡി ആവുന്നതായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് കഴുത്തിൽ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ ഇയർബഡ്സ് എടുത്തിട്ട് നമ്മൾ ചെവിയിൽ വെക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഇതിൽ ആ ഒരു ഹുക്ക് വരുന്നത് കൊണ്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെവിയിൽ നിൽക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇതിന് എക്സ്ട്രാ ഇയർബഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അൺബോക്സ് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെവിയിൽ വെക്കുമ്പോൾ ചെറിയൊരു പാസീവ് നോയ്സ് ക്യാൻസലേഷനൊക്കെ ഉണ്ട്, പെർഫെക്റ്റ് ആയിട്ട് ചെവിയിൽ നിൽക്കും. അതാണ് ഇതിൻ്റെ ഒരു ഫിറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ ഈ ഒരു ഹുക്ക് വരുന്നത് കൊണ്ട് തന്നെ നല്ല സെറ്റായിട്ടാണ് നിൽക്കും. നമ്മളിപ്പോൾ തല കളിക്കാനും നമ്മൾ റണ്ണിങ്ങിനൊക്കെ ജോഗിങ്ങിനൊക്കെ പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ ജിമ്മിൽ പോകുകയാണെങ്കിലൊന്നും ഇത് നമ്മൾ അങ്ങനെ ഇളകുമ്പോൾ ചെവിന്ന് വീണൂല. അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഫിറ്റിൻ്റെ കാര്യം പെർഫെക്റ്റ് തന്നെയാണ്. എനിക്ക് കംഫർട്ടും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബട്ടൺ കൺട്രോൾസ് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലൊരു പവർ ബട്ടണാണ് വരുന്നത്. അതായത് മൾട്ടി ഫംഗ്ഷണൽ പവർ ബട്ടണാണ്. പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ LED ഇൻഡിക്കേഷൻ കാണാൻ പറ്റുന്നതായിരിക്കും. അതായത് ബ്ലൂ കളർ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു ഫോണിൽ പെയർഡാണ്, അതുകൊണ്ടാണ് ബ്ലൂ കളർ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. അതായത് പെയറിംഗ് മോഡാണെന്നാണ് കാണിക്കുന്നത്. നമുക്ക് പുതിയൊരു ഫോണിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ, അതായത് നമ്മൾ വേറൊരു ഫോണിൽ ആദ്യം കണക്ട് ചെയ്ത് വെച്ചിരുന്നു, അതിൽ നിന്ന് കണക്ഷൻ പോക്കിയിട്ട് റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നെക്ക് ബാൻഡ് ഓഫ് ആയിരിക്കുന്ന സ്റ്റേറ്റിൽ പവർ ബട്ടൺ ഒരു 4 സെക്കൻഡോളം നിൽക്കി പിടിക്കുകയാണെങ്കിൽ ഈ ഒരു ബ്ലൂ കളർ കത്തുന്നതിന് പകരം റെഡ് ആൻഡ് ബ്ലൂ കളർ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. അതായത് നമുക്ക് പുതിയ കണക്ഷൻ ആണെന്നാണ് എൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു പവർ ബട്ടൺ തന്നെ മൾട്ടി ഫംഗ്ഷൻ എന്ന് പറയാൻ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ് നമുക്ക് പാട്ട് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും പറ്റുക. വൺ ക്ലിക്ക് ചെയ്താൽ പ്ലേ ചെയ്യാം, പോസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകാൻ പറ്റുന്നതായിരിക്കും. ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രീവിയസ് സോങ്ങിലേക്ക് പോകാൻ പറ്റുന്നതായിരിക്കും. പിന്നെ അവിടെ തന്നെ നമുക്ക് ഒരു സെക്കൻഡോളം പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വോയിസ് അസിസ്റ്റൻറ്റ് ഓൺ ആക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് കോൾ എടുക്കാനും ഓഫ് ആക്കാനുള്ള ബട്ടണാണ് വരുന്നത്. അത് ഒരു ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കോൾ എടുക്കാം, പിന്നെ ഓഫ് ആക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ബട്ടൺ വേറെ പ്രത്യേകത ഉണ്ട്, ഞാൻ ഓഡിയോ കോൾസിൻ്റെ കാര്യം പറയുമ്പോൾ പറഞ്ഞുതരാം. പിന്നെ നമുക്ക് വോളിയം കൺട്രോൾസ് ആണ് വരുന്നത്, വോളിയം അപ്പ് ആൻഡ് ഡൗൺ വരുന്നുണ്ട്. പിന്നെ ഏതായാലും ഈ നെക്ക് ബാൻഡിൻ്റെ ഓഡിയോ കോൾസ് എങ്ങനെ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബഡ്ജറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കിട്ടലായിട്ടുള്ള നല്ലൊരു ഓഡിയോ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബാക്കിയുള്ള നെക്ക് ബാൻഡ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പം അത്ര പ്രീമിയം ആയിട്ടുള്ള ഒരു ഓഡിയോ എക്സ്പീരിയൻസ് കിട്ടിയെന്ന് വരില്ല. ഒരു ലോക്കൽ ഫീലിംഗ് ആണ് നമുക്ക് തോന്നുകയല്ല, അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫീൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. എൻജോയബിൾ ആയിട്ടുള്ള നല്ലൊരു മ്യൂസിക് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ബാസൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ബാസ് എന്നല്ല, എന്നാലും നമുക്ക് ആശയത്തിനുള്ള ബാസും കാര്യങ്ങളും നമുക്ക് ഇതിനുണ്ട്. പിന്നെ ട്രിബിളും കുഴപ്പമില്ലാത്ത രീതി തന്നെ ഉണ്ട്. ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഓഡിയോ ഒന്നല്ല, ബാസാണ് കുറച്ചും കൂടി പവർ ചെയ്ത് നിൽക്കുന്നത്. പക്ഷേ ഇതിൻ്റെ മ്യൂസിക് സെപ്പറേഷൻ കാര്യങ്ങളൊക്കെ ലോക്കലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള മ്യൂസിക് സെപ്പറേഷനും നമുക്ക് പാട്ടൊക്കെ കേൾക്കാനാണെങ്കിൽ
അത്യാവശ്യം നല്ല തന്നെയാണ്, മോശം നമ്മൾ ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ 2 മോഡ്സ് കിട്ടുന്നുണ്ട്, അതായത് നോർമൽ മോഡും അതുപോലെ തന്നെ ബാസ് ബൂസ്റ്റഡ് മോഡും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 മോഡ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോളിംഗ് ബട്ടൺ ഉണ്ടല്ലോ, ആ കോളിംഗ് ബട്ടൺ നമുക്ക് ഡബിൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം ബാസ് ബൂസ്റ്റഡ് മോഡും ഉണ്ട്, സാധാ മോഡും ഉണ്ട്. ബാസ് ബൂസ്റ്റഡ് മോഡിലാണ് വെക്കുന്നതൊക്കെ കുറച്ചും കൂടി നല്ലതായി തോന്നിയിട്ടുള്ളത്. കാരണം ഭയങ്കര ഓവർ പവറിങ് ബാസൊന്നുമല്ല, ഞങ്ങൾക്ക് നോർമൽ സൗണ്ടാണ് വേണ്ടത്, കുറച്ചൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള സൗണ്ടാണ്, കുറച്ച് ട്രിബിളാണ് കൂടുതൽ വേണ്ടിയെന്നൊക്കെ ഉണ്ടെങ്കിൽ സാധാ നോർമൽ മോഡിൽ ഇട്ടിട്ട് കേൾക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിൽ ഓഡിയോ ക്വാളിറ്റി പറയുകയാണെങ്കിൽ എനിക്കല്ല ഇതിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് നല്ല ഓഡിയോ ക്വാളിറ്റി നോക്കിയിട്ട് ഒരു നെക്ക് ബാൻഡ് വാങ്ങുകയാണെങ്കിൽ ഈ ഒരു നെക്ക് ബാൻഡ് നിങ്ങൾക്ക് എന്തായാലും കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. ഏതായാലും ഈ നെക്ക് ബാൻഡിൻ്റെ മൈക്ക് ക്വാളിറ്റി നമുക്ക് കോളിംഗ് ക്വാളിറ്റി എങ്ങനെയാണെന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഏതായാലും നിങ്ങൾ കേട്ട് നോക്കി എന്താ അവസ്ഥ എന്നുള്ളത്. വലിയ കുഴപ്പമില്ലാന്നാണ് തോന്നുന്നത്, ഭയങ്കര മോശമൊന്നും നമ്മൾ എന്തായാലും പറയാൻ പറ്റില്ല. സോ ഗൈസ്, ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോസ്റ്റാറിൻ്റെ മിഡ് ബാൻഡ് LE01 എന്ന് പറയുന്ന നെക്ക് ബാൻഡ് കൂടിയാണ്. ഞാനൊരു ഫാനിൻ്റെ താഴത്താണ് നിൽക്കുന്നത്. ഫാനിൻ്റെ വോളിയം തന്നെ അത്യാവശ്യം ഉണ്ട്, അപ്പോൾ എത്രത്തോളം ന്യൂസ് ക്യാൻസൽ ചെയ്യുന്നുണ്ടെന്നും എൻ്റെ സൗണ്ട് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് നോക്കാം, അത് കേട്ടാൽ മനസ്സിലാവുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ മാഗ്നറ്റിക് ആയിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നത്. പ്രീമിയം നെക്ക് ബാൻഡിലൊക്കെ കാണുന്ന പോലെ തന്നെ ഈ ഒരു നെക്ക് ബാൻഡ് നമുക്ക് ഒരു ഫോണിൽ കണക്ട് ചെയ്തതിന് ശേഷം ഒരു പാട്ട് പ്ലേ ആൻഡ് പോസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മാഗ്നറ്റ് നമുക്ക് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പാട്ട് പ്ലേ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇത് അറ്റാച്ച് ചെയ്യുമ്പോൾ പാട്ട് നമുക്ക് പോസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫീച്ചറൊക്കെ അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള ഒരു നെക്ക് ബാൻഡിലൊക്കെ ആണെങ്കിലും നമുക്ക് കാണാൻ പറ്റുക. ഭയങ്കര ലോക്കലായിട്ടുള്ള സാധനത്തിൽ നമുക്ക് എന്തായാലും കാണാൻ പറ്റില്ല. അപ്പോൾ അത് നല്ലൊരു ഫീച്ചറായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് നോക്കുകയാണെങ്കിൽ നമുക്കിതിൽ 120 hours ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത്. അത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ചാർജ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ദിവസത്തേക്ക് ഇത് സാധനം നിൽക്കുന്നുണ്ട്. നമ്മൾ എത്ര ഉപയോഗിക്കുകയാണെങ്കിലും പെട്ടെന്ന് ചാർജ് തീർന്നു പോകാനായിട്ട് തോന്നിയിട്ടില്ല. നല്ലൊരു കാര്യം തന്നെയാണ്, ഒറ്റ ചാർജ് തന്നെ കുറേ സമയം ഉപയോഗിക്കാൻ പറ്റുമല്ലോ. പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ഫാസ്റ്റ് ചാർജിങ് ഇതിൽ കിട്ടുന്നുണ്ട്. അതായത് നമുക്കൊരു 10 മിനിറ്റ് ചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 10 hours വരെ ഇത് പ്ലേ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതും നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു ചാർജ് ചെയ്തിട്ട് പാട്ട് കേൾക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് 10 മിനിറ്റ് ചാർജ് ചെയ്താൽ മതി, ഒരു 10 മണിക്കൂർ വരെ നമുക്ക് ഉപയോഗിക്കാമല്ലോ. പിന്നെ ഇതിൻ്റെ ബ്ലൂടൂത്തിൻ്റെ കണക്ഷനും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രശ്നമല്ല, ഇതിൻ്റെ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫോണിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് വേറൊരു ഫോണിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ഇത് നമുക്ക് റീസെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പവർ ബട്ടൺ ഓഫ് ആയിരിക്കുന്ന സ്റ്റേറ്റിൽ 4 സെക്കൻഡോളം പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താണെങ്കിൽ നമുക്ക് ഇത് റീസെറ്റ് ചെയ്യാൻ പറ്റും. ഇനി അഥവാ ഇത് ഓൺ ആണെങ്കിൽ നമുക്ക് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ ഒരേ സമയം പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ നമുക്കിത് റീസെറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് പുതിയൊരു ഫോണിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ പ്രൈസ് എത്ര വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോക്സിൽ വരുന്ന പ്രൈസ് പറഞ്ഞാൽ 2499 രൂപക്കാണ്. പക്ഷേ ആ ഒരു പ്രൈസിൻ്റെ അടുത്തും കൂടി ഒറിജിനൽ പ്രൈസ് വരുന്നില്ല. നമുക്ക് ആമസോണിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ജസ്റ്റ് 799 രൂപ മാത്രമാണ്. അതായത് 800 രൂപയ്ക്ക് ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ കിട്ടില്ല തന്നെയാണ് കേട്ടോ. നമുക്കൊരു 1000-ന് താഴത്ത് നോക്കുകയാണെങ്കിലും ഈ ഒരു ഇത്രയും ക്വാളിറ്റിയുള്ള സാധനം ചിലപ്പം വേറെ കിട്ടിക്കോളണമെന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒരു 800 രൂപ അങ്ങ് എടുക്കാനുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും സജസ്റ്റ് ചെയ്യുന്ന ഒരു നെക്ക് ബാൻഡാണ് ഈ ഒരു മിഡ് ബാൻഡ് LE01, അതായത് കോസ്റ്ററിൻ്റെ നെക്ക് ബാൻഡ്. കാരണം ഇതിൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഈ ഒരു 799 രൂപേൻ്റെ ഇയർഫോൺ നെക്ക് ബാൻഡാണ് നമുക്ക് തോന്നൂല. അത് നല്ലൊരു പ്രീമിയം, നമുക്കൊരു 1500 രൂപേൻ്റെ ഇയർഫോൺ അല്ലെങ്കിൽ 2000 രൂപേൻ്റെ നെക്ക് ബാൻഡൊക്കെ കാണുന്നത് നമുക്ക് എന്തായാലും ഫീൽ ചെയ്യുള്ളൂ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ. പിന്നെ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉറപ്പായിട്ട് നമുക്ക് 799 രൂപ ആണെന്നൊന്നും തോന്നില്ല. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഒരു 1000 അല്ലെങ്കിൽ 1500 ആ ഒരു റേഞ്ചിലുള്ള നെക്ക് ബാൻഡിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി എന്തായാലും നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ നല്ലൊരു ബാറ്ററി ബാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് എന്തായാലും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ക് ബാൻഡ് തന്നെയാണ്. ഇതിൻ്റെ പർച്ചേസ് ലിങ്ക് ഏതായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് വാങ്ങാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ചാനൽ താരം സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലും കൂടി ക്ലിക്ക് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. നിങ്ങൾ കണ്ടുപിടിക്കുന്നത് ഗോ എപ്പിക്. ഇറ്റ്സ് ബീൻ ചീഫ്. ഐ വിൽ കാച്ച് യു ഇൻ ദ നെക്സ്റ്റ് വൺ.